അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ഹണ്ടിങ് ആയിട്ട് ഇറങ്ങിയേക്കാണ്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഹണ്ടിങ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ഒരു സ്റ്റേറ്റ് ഫോറസ്റ്റ് ഹണ്ടിങ്ങും അതുപോലെ തന്നെ പബ്ലിക് ലാൻഡ് ഹണ്ടിങ്ങും ആയിരുന്നു. ഇന്നൊരു ഒരു ഫാം പ്രോപ്പർട്ടിയിൽ ആക്സസ് കിട്ടിയിട്ട് വരാൻ നമ്മളെല്ലാ ഹണ്ടിങ്ങും പോലെ തന്നെ നമ്മളൊരു അടിപൊളി ഒരു സ്പോട്ടിൽ വന്ന് നമ്മൾ ക്യാമ്പ് അടിച്ചേക്കുവാണ്. നല്ല അടിപൊളി വൈബുള്ള ഏരിയയാണ്. ഇവിടുന്ന് തൊട്ട് നോക്കിയ അടിപൊളി ക്രീക്കുകൾ വന്നിട്ട് ക്രീക്ക് നേരെ ഒഴുകി ഡാമിലോട്ടാണ് വന്ന് ചേരുന്നത്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ്. കാരണം വെച്ചാൽ ഈ ഡാമിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ പെരിയാർ ടൈഗർ റിസർവ് തേക്കടി അവിടുത്തെ ഒരു ലുക്കാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഡാമിൽ നിന്ന് വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ മൊത്തം. അവിടെ നിറച്ചും ഒത്തിരി മരത്തിൻ്റെ കുറ്റികൾ നിൽപ്പുണ്ട്. പിന്നെ ചുറ്റും ഭയങ്കര ഡെൻസായിട്ടുള്ള ഫോറസ്റ്റാണ്. ഒത്തിരി വൈൽഡ് ആനിമലൊക്കെ ഉള്ള സ്ഥലമാണ്. വേനൽക്കാലം ആയതുകൊണ്ട് രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒത്തിരി ആനിമൽ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരും. കാരണം ഈ സമയങ്ങളിലൊക്കെ കാടുകളിലൊക്കെ വെജിറ്റേഷനും വെള്ളമൊക്കെ തീരെ കുറവായിരിക്കും. അപ്പോൾ ആനിമൽസ് എല്ലാം ഈ ഡാമിൻ്റെ പരിസരത്തൂടെ അങ്ങ് നിൽക്കും. നമ്മളിപ്പം ക്യാമ്പൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യണം. അതുകൂടാതെ ലൈറ്റായിട്ടുള്ള കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്യണം. പിന്നെ ക്യാമ്പ് ഫയറൊക്കെ ഇടണം രാത്രിയായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ പരിപാടിയിലൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പം ഗൈസ് നമ്മൾ ക്യാമ്പൊക്കെ സെറ്റ് ചെയ്തു. ക്യാമ്പ് ഫയറൊക്കെ ഇട്ടു. നല്ല അടിപൊളി വൈബാണ്. പതുക്കെ സൂര്യനൊക്കെ താന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങി. ഒത്തിരി വൈൽഡ് ലൈഫൊക്കെ വന്ന് നമ്മൾ വെള്ളം കുടിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ ഹണ്ടിങ് ഏതൊക്കെയാലും പറ്റത്തില്ല. കാരണം ഇത് നാഷണൽ പാർക്കാണ്. നമ്മൾ ഹണ്ടിങ്ങിന് നാളെ രാവിലെയാണ് പോകുന്നത്. നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഒരു ചെറിയ റിവറൊക്കെ ക്രോസ് ചെയ്യണം. നേരത്തെ നമ്മൾ ആ റിവർ ക്രോസ് ചെയ്തിട്ടാണ് അത്യാവശ്യം വെള്ളമുള്ള സമയത്ത്. ഈ തവണയും കഴിഞ്ഞ ഇടയ്ക്കൊക്കെ മഴയുണ്ടായിരുന്നു. വെള്ളം ഇല്ലെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു പ്രോപ്പർട്ടി ചെല്ലണം. അത് നമ്മുടെ അപ്പച്ചൻ അവിടെ നമ്മൾ ഹണ്ടിങ്ങിന് വിളിച്ചേക്കുന്നത്. അവിടെ ഒത്തിരി ഫെറൽ ആനിമൽസൊക്കെ ഉള്ളതാണ് അപ്പച്ചൻ പറഞ്ഞു. കാരണം നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഫാമാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു അൽപ്പാക്ക, പിന്നെ ഗോട്ട്, ഷീപ്പ്, ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ലൈഫ് സ്റ്റോക്ക് ആയിട്ട് ഉള്ളത്. നമ്മളിന്ന് ചെറുതായിട്ടൊരു ക്യാമ്പ് കുക്കിംഗ് ചെയ്യാൻ പോവാണ്. കാരണം രീതിയിൽ നമ്മൾ ലൈറ്റായിട്ടുള്ള കുക്കിംഗ് ക്യാമ്പ് അടിക്കുമ്പോൾ ചെയ്യാറുള്ളൂ. ജസ്റ്റ് നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കങ്കാരുൻ്റെ ബാക്ക് സ്ട്രാപ്പാണ് നമ്മളത് കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് ഹണ്ടർ തന്നാണ്. നല്ല അടിപൊളി മീറ്റാണ്. കാരണം നല്ല പ്രോട്ടീനുള്ള മീറ്റാണ്. വളരെ കുറവ് ആൾക്കാർ മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിന് ഗെയിമി ഫ്ലേവർ കൂടുതലാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ നമ്മൾ സ്ഥിരം ഇങ്ങനെ ബൾക്കായിട്ട് കിട്ടും നമ്മൾ ഉണങ്ങി സൂക്ഷിക്കുകയും അല്ലാതെ നമ്മൾ സ്റ്റേക്കൊക്കെ അടിക്കുന്നതാണ്. ഒരു ചെറിയൊരു ഗെയിമി ഫ്ലേവറേ ഉള്ളൂ. പിന്നെ ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ട്. പക്ഷേ നല്ല അടിപൊളിയാണ്. നമ്മൾ ഈ കാട്ടിൽ നിന്ന് പിടിച്ചതായതുകൊണ്ട് 100% ഗ്രാസ് ഫീഡ് മീറ്റാണ്. അതുകൊണ്ട് നല്ല ഓർഗാനിക് മീറ്റുമാണ്. നല്ല പ്രോട്ടീനുള്ള മീറ്റ്. ഇതാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഗൈസ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന സിമ്പിൾ മാരിനേഷനാണ്. ഇവിടെ ഈ സമ്മർ ആയതുകൊണ്ട് ഭയങ്കര ഈച്ചയായതുകൊണ്ട് നമുക്ക് അധികം നേരം മീറ്റൊന്നും പുറത്ത് വെക്കാൻ പറ്റത്തില്ല. നമ്മൾ വടയൊന്ന് മാരിനേറ്റ് ചെയ്ത് വിടുവാണ്. കാരണം ഈച്ച ശല്യം ഭയങ്കര ഒരിതാണ്. നമ്മൾ ആദ്യമേ ഒഴിക്കുന്ന ശകലം ഒലിവ് ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്യുന്ന ആദ്യമേ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുന്ന ഒലിവ് ഓയിൽ ഒഴിച്ച്. അടുത്ത് നമ്മൾ ശകലം റബ്ബാണ്. അത് ടെക്സസ് റബ്ബാണ്, അമേരിക്കൻ റബ്ബാണ് ബാപ്പിക്ക്. ഇത് നല്ല വൈൽഡ് മീറ്റിന് നല്ല അടിപൊളി സംഭവമാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഗെയിമി ഫ്ലേവർ കുറയും, അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും.
അധികം വേണ്ട, കുറച്ച് മതി. കുറച്ചിട്ട് നമ്മൾ ശരിക്കും ഒന്ന് സംഭവം ഒന്ന് റബ്ബ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് പിടിപ്പിക്കണം. ഇതിനകത്ത് സോൾട്ട് പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി സോൾട്ട് പേപ്പറോ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. സംഭവം ഇതിനകത്തെല്ലാം ഉണ്ട്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാൻ. ഈച്ചയൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടിയിട്ടേക്കാം. അല്ല ഈ വേനലായപ്പോൾ ഭയങ്കര ഈച്ചയാണ്. അപ്പോൾ നമ്മളിനിയിപ്പം ഗ്രില്ല് സെറ്റ് ചെയ്യണം. ഫയർ നല്ല അടിപൊളിയായിട്ട് കത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ ഗ്രില്ല് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ റാപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ലെറ്റസും കുറച്ച് ഡ്രസ്സിങ് ഒക്കെ ഇട്ട് ഒരു റാപ്പ് ഉണ്ടാക്കി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ബിയറൊക്കെ ഇരിപ്പുണ്ട്, ചില്ല് ബിയറൊക്കെ പൊട്ടിച്ചടിക്കാൻ തുടങ്ങാനുള്ള പരിപാടിയാണ്. നല്ല നമ്മൾ തൊട്ടപ്പുറത്ത് റിവറിൽ കൊണ്ടുപോയിട്ട് നല്ല തണുപ്പിച്ച് നല്ല ചിൽഡാക്കി എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി വൈബാണ്. ഇവിടെ ഗ്രില്ലിൽ നമ്മുടെ മീറ്റ് കുക്കായിക്കൊണ്ടിരിക്കുന്നു. അവിടെ സണ്ണ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല സൂപ്പർ വൈബ്. ചൂടൊക്കെ മാറി അടിപൊളി നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അണ്ടറൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ലൈറ്റ് ബിയർ അടിക്കുന്നത്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഹോട്ട് ലിക്കറോട് കിടക്കുന്നുള്ളൂ. കാരണം ഇപ്പോൾ കുക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. ഗെയിം പ്ലാനൊക്കെ സെറ്റ് ചെയ്യണം, നാളെ പോകാനുള്ള അങ്ങനെ ഒത്തിരി പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ലൈറ്റ് ബിയറൊക്കെ അടിച്ചിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്കും ഫുഡ് റെഡി ആകുമ്പോഴത്തേക്കും 2 ഹോട്ട് അടിക്കാനുള്ള പരിപാടിയാണ്. നമ്മളൊന്ന് ടേൺ ചെയ്തിടാൻ പോകണം. പൊടിക്ക് ഓവർ കുക്കായി പോയെന്നാണ് തോന്നുന്നത്. നടുക്കത്തെ പീസ് ഇവിടെ ഇച്ചിരി ഫയർ കൂടുതലായിരുന്നു. അങ്ങനെ നേരെ എടുത്ത് നമുക്ക് റൊട്ടേറ്റ് ചെയ്തിടാം. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. നല്ല വെടിയിറച്ചിയുടെ മണം. ബ്യൂട്ടിഫുൾ. സിമ്പിൾ സെറ്റപ്പാണ്. ജസ്റ്റ് ഒരു റാപ്പാണ് ഉണ്ടാക്കുന്നത്. ശകലം കോൾസ്ലോ പിന്നെ കുറച്ച് സീസർ ഡ്രസ്സിങ് ഉണ്ട്. അതോടെ ചേർത്ത് കഴിയുമ്പോൾ സംഭവം റെഡി. ടേസ്റ്റ് ചെയ്യാൻ പോകണം. പൊടിക്ക് ഓവർ കുക്കായിപ്പോയി. മീഡിയം റയർ അല്ല, ഒരു മീഡിയം വെല്ല് കാണാം. പക്ഷേ ചൂയൊന്നുമല്ല, നല്ല ഫ്ലേവർ ഉണ്ട് ആ റബ്ബിൻ്റെ. അതുപോലെ നല്ല ചെറിയൊരു ഗെയിം മീറ്റും ഉണ്ട്. നമ്മൾ ആ റബ്ബ് ഇട്ട് കാരണം വേറെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നല്ല അടിപൊളി വൈൽഡ് മീറ്റിൻ്റെ ടേസ്റ്റാണ്. നമ്മൾ വേഗം ഒരു റാപ്പ് ഉണ്ടാക്കി കഴിക്കാൻ കാരണം ഭയങ്കര ഈച്ചയാണ്. ജസ്റ്റ് ഒന്ന് ഗ്രില്ല് വെച്ച് ഒന്ന് ചൂടാക്കണം. കാരണം ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടത്. സൂപ്പർ ടേസ്റ്റാണ്. ടേസ്റ്റിനെക്കാട്ടും കൂടുതലും ഈ വൈബാണ്. ഇതുപോലെ ഔട്ട് സൈഡ് കുക്ക് ചെയ്ത് ക്യാമ്പിൽ വന്ന് 2 ടെൻ്റമ്മലൊക്കെ അടിച്ച് ഇങ്ങനെ അണ്ടർ കഴിക്കുക. എന്നിട്ട് ഗെയിം പ്ലാൻ ചെയ്യുക നാളെ രാവിലത്തെ ഹണ്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഒരു അന്യായ വൈബാണ്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഏരിയയാണ്.
അത്യാവശ്യം അത്ര വെള്ളമൊന്നും റിവറിലില്ല. നമ്മൾ ഇറങ്ങി നോക്കിയായിരുന്നു. ജസ്റ്റ് ടയർ മൂടാൻ പറ്റിയ അത്ര വെള്ളം ഉള്ളൂ. സംഭവം സേഫാണ് ക്രോസ് ചെയ്യുന്നത്. ഞങ്ങളായിരിക്കും റിവർ ക്രോസ് ചെയ്യാൻ പോവാണ്. നമ്മളങ്ങനെ ഫാമിൽ എത്തിയിരിക്കുകയാണ്. അപ്പച്ചൻ നമ്മളെ ഫാമിൻ്റെ ബോർഡറെല്ലാം കൊണ്ട് കാണിച്ചു തന്നു. പിന്നെ അപ്പച്ചനോട് എപ്പോഴും ഒരു ഡോഗുണ്ട്, കാർലോസ് എന്നാണ് അവൻ്റെ പേര്. ഒരു ഫാം ഡോഗാണ്. ഇവിടുത്തെ എല്ലാ ഫാമേഴ്സിനും ഉള്ള ഒരു ബ്രീഡാണ്. കെൽപ്പി എന്ന് പറഞ്ഞ ബ്രീഡാണ്, ഒരു ഓസ്ട്രേലിയൻ ബ്രീഡാണ്. നല്ലൊരു ബ്രീഡാണ്. ഇവനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അപ്പച്ചൻ പറഞ്ഞത്. വൈൽഡ് ആനിമൽസ് ഒന്നും ഇവിടെ കയറായ അതേയും അപ്പച്ചൻ്റെ പ്രോപ്പർട്ടി കാര്യങ്ങളെല്ലാം നോക്കുന്ന ഇവനാണെന്നാണ് പറഞ്ഞത്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ആടിനെയൊക്കെ ഓടിച്ചു മാറ്റാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇവനാണെന്നാണ് പറഞ്ഞത്. നല്ലൊരു ബ്രീഡാണെന്ന് അപ്പച്ചൻ പറഞ്ഞത്. അതായത് നല്ല ഏത് ക്ലൈമറ്റിലും ജീവിക്കാൻ പറ്റിയ ഒരു ബ്രീഡാണെന്നാണ് പറഞ്ഞത് കെൽപ്പി. അതായത് നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള, നമുക്ക് ഔട്ട്സൈഡ് വളർത്താൻ പറ്റിയ ഒരു ബ്രീഡാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് അപ്പച്ചൻ്റെ ഫാമിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. Push. Good boy. Push. Push. Come here. Carlos, come here. Push. Carlos, come here. Come here. Push here. Push. Go back. Push. Good boy. Push, Carl, push. Good boy. All right. അല്ലേ നമ്മൾ പോവാ. ഇതിലങ്ങ് ചെരിഞ്ഞങ്ങ് കയറാം. അപ്പോൾ അവന്മാർ കാണത്തില്ല. ആടെ പറ
ഓ ഇതിനകത്ത് വെള്ളമുണ്ട്, ചുമ്മാ അല്ലേ ഇവന്മാർ ഇവിടെ കിടന്ന് കളിച്ച്. ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്. നമ്മൾ രാവിലത്തെ സെക്ഷൻ പോയി നോക്കിയിട്ട് ഒന്നിനെ നമ്മൾ ഷൂട്ട് ചെയ്തില്ല. കാരണം നമ്മൾ കുറച്ച് വൈൽഡ് ഗോട്ടിനെയും അതുപോലെ തന്നെ കാട്ടുപന്നിനെയൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. പക്ഷേ എല്ലാം അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കുഞ്ഞുങ്ങളായിട്ടുള്ളതിനെയോ അതോ ക്യാരി ചെയ്തേക്കുന്ന ഫീമെയിലിനെ ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്യാറില്ല. പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇവിടെ ഹണ്ടിങ് സീസൺ ഉണ്ടോ എന്ന്. ഓസ്ട്രേലിയയിൽ അങ്ങനെ ഹണ്ടിങ്ങിന് ഒരു സീസൺ ഇല്ല. ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് ഹണ്ട് ചെയ്യാം പെസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട ഏത് ആനിമലിനെയും. എന്ന് വെച്ചാൽ നമ്മൾ കാട്ടിൽ കയറിയാൽ ചുമ്മാ കാണുന്നതിനും നമ്മൾ ഷൂട്ട് ചെയ്യാറില്ല. ഏതൊരു ആനിമലിനെയും നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഐഡൻറ്റിഫൈ ചെയ്യും, അത് മെയിലാണോ ഫീമെയിലാണോ, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ആനിമലാണോ, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെതായിട്ട് റെസ്പെക്റ്റ് കൊടുത്തിട്ട് അതിന് പറ്റിയ കാലിബർ ഉപയോഗിച്ച് നമ്മൾ ഹ്യൂമനിൽ നമ്മൾ ഡൗൺ ചെയ്യാറുള്ളൂ. ഓരോ ആനിമലിനെ നമ്മൾ വൂണ്ടായിട്ട് നമ്മൾ വിടാറില്ല. പിന്നെ ഇത് വൈൽഡ് ഗെയിമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് നമ്മുടെ ഷോർട്ട് പ്ലേസ്മെൻറ്റ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് വിൻഡ് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ആനുവൽ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ചിലപ്പം ആനുവലി ചിലപ്പം ഇഞ്ചുറി ആയിട്ട് പോകാറുണ്ട്. അങ്ങനത്തെ കേസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ ചേസ് ചെയ്ത് നമ്മളതിനെ ഹ്യൂമനിലെ നമ്മൾ ഡൗൺ ചെയ്യും. ഒരു ആനിമലിനെ നമ്മൾ വൂണ്ടായിട്ട് സവർ ചെയ്യാൻ നമ്മൾ വിടത്തില്ല. അതാണ് ഏതൊരു എത്തിക്കൽ ഹണ്ട് ചെയ്യുന്ന ഹണ്ടറും അങ്ങനെ ചെയ്യാറുള്ളൂ. നമ്മളിപ്പം ഇനിയിപ്പം വൈകിട്ടത്തെ സെക്ഷൻ പോയി നോക്കുന്നുണ്ട്. ഇനിയിപ്പം അതുവരെയുള്ള സമയം നമ്മൾ ജസ്റ്റ് ഫാമൊക്കെ ഒന്ന് നടന്ന് കാണാനുള്ള പരിപാടിയാണ്. അപ്പച്ചൻ പറഞ്ഞേക്കുന്നത് തോക്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചോര കാണാതെ തിരിച്ച് വെച്ചേക്കില്ലെന്നാണ്. അതാണ് ഹണ്ടിങ്ങിൻ്റെ റൂളെന്ന് അപ്പച്ചൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വൈകിട്ട് സെക്ഷൻ പോയി നോക്കും. നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.
അപ്പച്ചൻ അങ്ങനെ അപ്പച്ചനെ ഫാമൊക്കെ കൊണ്ടോ കാണിച്ചു. അപ്പച്ചൻ പറഞ്ഞ ഏതൊരു കാട്ടുപന്നി അപ്പച്ചൻ്റെ 8ൻ്റെ പണി കൊടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പച്ചൻ വളർത്തുന്ന പന്നിയുണ്ട്, ഒരു പന്നിക്ക് ഒരു 15 കുഞ്ഞുങ്ങളുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. അതിലൊരു 5-6 എണ്ണം ആ കാട്ടുപന്നിയുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞു. ഏതൊരു കാട്ടുപന്നി കയറി ക്രോസ് ബ്രീഡായെന്ന് പറഞ്ഞു. എങ്ങനെ ഇവന്മാർ ഉള്ളിൽ കയറിയെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. കാരണം ചുറ്റിനും ഇലക്ട്രിക് ഫെൻസ് ഇട്ടേക്കുമെന്ന് പറഞ്ഞു. എന്നാലും ഇവന്മാർ കയറി പണി കൊടുത്തെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ഒത്തിരി നഷ്ടങ്ങളുണ്ടാകാറുണ്ട് ഇവിടുത്തെ കർഷകർക്ക്. ബ്രോ മയക്ക് വെച്ചിട്ടില്ലല്ലേ? പൊട്ടിക്കാനല്ലോ. കേടാ കൊണ്ടോ ബ്രോ? ഇല്ലല്ലോ. വെള്ളം ഉണ്ടോ? ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളിപ്പോൾ അടിച്ചോട് തന്നെ അതിൻ്റെ കൂടെ എടുത്താലോ? അല്ലല്ല, പൂറ് ചേ ഇവിടുന്നല്ലേ ബ്രോ അടിയുണ്ടേ? ശകലമൊന്നും ബ്ലഡ് ഇല്ലല്ലോ ബ്രോ. അങ്ങോട്ടല്ലേ ഓടിയേ? രണ്ടാമത്തെ അടിച്ച് അങ്ങോട്ടാ പോയല്ലേ? പക്ഷെ ആദ്യത്തെ അങ്ങോട്ട് 100% ഉറപ്പാണ്.
ശേ, കറക്റ്റ് ലെങ്സ് ആയിരുന്നു. പക്ഷേ കണ്ടല്ലോ, ശകലം പോലും ബ്ലഡ് ഇല്ലല്ലോ. ഇങ്ങോട്ടല്ലേ ബ്രോ ഓടിയേ? ഇതുകൊണ്ട് രോമം കിടപ്പുണ്ടല്ലോ. ഓ, ഇത് ചെമ്പരിയാൻ്റെ അല്ലേ? കീക്ക് വല്ലതും ഒന്ന് കിടപ്പുണ്ടോ? കൊണ്ടതാ ബ്രോ, കറക്റ്റ് ലെങ്സ് അടിച്ചത്. നമ്മൾ ക്യാമറയ്ക്കകത്ത് നോക്കിയപ്പോൾ കണ്ടതല്ലേ. പക്ഷേ ശകലം ഒരു ബ്ലഡ് ഇല്ലല്ലോ. അയ്യോ, രാത്രിയല്ലോ, പണിയാവുമല്ലോ റിക്കവർ ചെയ്യാൻ. ഇല്ല, നമ്മൾ മാന അടിച്ചപ്പോൾ ഇതുപോലെ തന്നെ അല്ലായിരുന്നു ബ്രോ. ആണ്ട ബ്രോ, ഇവിടെയുണ്ട് സാധനമുണ്ട്. വെട്ടിപ്പോളി. ഇല്ല, കിട്ടു. അതിന് ദൂരം ഓടിയിട്ടില്ല. ഓടി വന്നാൽ ഒരു 30 മീറ്റർ. ഇവിടെ ചെറിയ ബ്ലഡ് ഉണ്ട്, അതേ ഉള്ളൂ. എക്സിറ്റ് ഇതാ, ഇപ്പറേ എക്സിറ്റ്. അപ്പം ഗൈസ്, നമ്മൾ ഫൈനലി ഒരു ആടിനെ അടിച്ചേക്കുവാണ്. നമ്മൾ ഒരു ആഫ്റ്റർനൂൺ ഒത്തിരി നേരം ഇതിലെല്ലാം തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആടിനെ കണ്ടായിരുന്നു. പക്ഷേ അടിക്കാനുള്ളൊരു സെറ്റപ്പ് കിട്ടിയില്ല. കാരണം ഒത്തിരി ആട് കുഞ്ഞുങ്ങളായിട്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു എത്തിക്കലി ഹ്യൂമൻലി കണ്ടു മാത്രമുള്ളൂ. നമ്മൾ അത് നോക്കി കുഞ്ഞുങ്ങളില്ലാതെ തന്നെ തപ്പി നടന്നു. പിന്നെ വിൻഡ് ഭയങ്കര വിൻഡായിരുന്നു. അതുകൊണ്ട് നമുക്ക് അടിക്കാനുള്ള ആംഗിൾ കിട്ടില്ല. ഫൈനലി നമ്മൾ ഇവിടെ ഒരു മോബിനെ നമ്മൾ കണ്ടു കിട്ടി. അങ്ങനെ നമ്മൾ 2 ഷോട്ട് എടുത്തു. ആദ്യത്തെ ഷോട്ട് അടിച്ച സാധനം വീണു. രണ്ടാമത്തെ ഷോട്ട് കൊണ്ടുപോയില്ല, നമുക്ക് കറക്റ്റ് നമ്മൾ അറിയത്തില്ല. കാരണം നമ്മൾ ക്യാമറയ്ക്കത്തോടെ നോക്കിയായിരുന്നു, എന്നാലും മിസ്സായെന്ന് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ ഒത്തിരി തപ്പി നോക്കി, പക്ഷേ അതിനെ റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നമുക്കൊരു അടിപൊളി ഒരു ആടിനെ കിട്ടി. അത്യാവശ്യം ഇത് നല്ലൊരു ഇതാണ് കറക്റ്റ് ഒരു മീറ്റ് പൗരം. കാരണം ഒത്തിരി സൈസുള്ള ആടിനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും മീറ്റൊക്കെ ഭയങ്കര ചുഴിയായിരിക്കും. ഇതാകുമ്പോഴത്തേക്കും കറക്റ്റ് മുഴുപ്പ് കൊണ്ട് വലിയ പ്രായമില്ല, അടിപൊളി മീറ്റായിരിക്കും. അപ്പം നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത് അവിടെയാണ്. അപ്പം അങ്ങോട്ട് ഇനി സംഭവം കൊണ്ടുപോകണം, ഇതിനെ ഡ്രസ്സ് ചെയ്യണം, പരിപാടി കിടക്കുവാണ്, രാത്രിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കാണാം.